പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടുകൂടെ ഞങ്ങളുടെ കൂടെയായിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹനാഥനായ ഈശോയെ, കരുണയുടെ തിരുമണിക്കൂറിൽ നിൻ്റെ കൂടെയായിരുന്നു കൊണ്ട് നിൻ്റെ സ്നേഹവും കരുണയും കരുതലും അനുഭവിക്കുവാൻ കർത്താവ് നീ ഞങ്ങളെ യോഗ്യരാക്കി. നീ ഞങ്ങളോട് കാണിച്ച വലിയ കാരുണ്യം ഈ നിമിഷം ഞങ്ങൾ ഓർക്കുന്നു. എത്ര നന്ദി പറഞ്ഞാലും മതിയാകാത്ത രീതിയിൽ നീ ഞങ്ങളെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹത്തിൻ്റെ പ്രത്യുത്തരമായി ഞങ്ങൾ തന്നെ പൂർണ്ണമായി നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. നിൻ്റെ കരുണയിൽ ഞങ്ങൾ പൂർണ്ണമായ ആശ്രയം വയ്ക്കുന്നു. ഞങ്ങൾ നിന്നോട് ചേർന്ന് നിൻ്റെ വലിയ ഗാഗുൽഥായിൽ ഞങ്ങൾക്ക് വേണ്ടി ചിന്തിയ ആ ബലിയോടും രക്തത്തോടും ചേർന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളതിനെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഈ മണിക്കൂറിൽ കർത്താവിൻ്റെ കൂടെ ആയിരിക്കാം. കർത്താവിൻ്റെ കാരുണ്യത്തിന് വേണ്ടി യാചിക്കുമ്പോൾ ദൈവം എത്രമാത്രം കാരുണ്യവാനാണ് എന്നുള്ള കാര്യം നമുക്ക് തിരിച്ചറിയാം. വചനം നമ്മളെ കൂടെ കൂടെ ഓർമ്മിപ്പിക്കുന്ന കാര്യം കർത്താവ് കാരുണ്യവാനും സ്നേഹസമ്പന്നനുമാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് ഇത്രമാത്രം സ്നേഹം ചൊരിയുന്നവനും കരുണ ചൊരിയുന്നവനുമാണ്. പാപിയുടെ മാനസാന്തരത്തിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നവനാണ് നമ്മുടെ ദൈവം. പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്നവനാണ് ദൈവം. ആ ഒരു വലിയ സത്യം വചനം നമ്മളെ പഠിപ്പിക്കുക. ഇന്ന് ഇയാൾ താരയിൽ ദിവ്യകാരുണ്യമായി ദൈവം നമ്മുടെ കൂടെയായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെയും കർത്താവിന് മുമ്പിൽ സമർപ്പിക്കാം. നമ്മുടെ ജീവിതവും കരുണയുടെ ജീവിതങ്ങളായി മാറുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ലൂക്കാ സുവിശേഷത്തിൽ നമ്മൾ കാണുക, നീയും പോയി അതുപോലെ ചെയ്യുക. എപ്രകാരം ചെയ്യണമെന്നുള്ള കാര്യമാണ് ഒരു ഉപമയിലൂടെയും ഈശോ പറഞ്ഞു തന്നത്. നല്ല സമറായനോട് പറഞ്ഞതുപോലെ നല്ല സമറായൻ്റെ ഉപമയിൽ അവസാനം ഈശോ പറഞ്ഞു വയ്ക്കുന്നത് നീയും പോയി അതുപോലെ ചെയ്യുക. അതിൻ്റെ അർത്ഥം നിൻ്റെ ജീവിതം കരുണയുടെ ജീവിതമായി മാറണമെന്നുള്ളതാണ്. നമ്മുടെ ജീവിതം കരുണയുടെ ജീവിതമാകാനായിട്ട് നമ്മെ തന്നെ നമ്മൾ വിശുദ്ധീകരിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നുകൂടാൻ സാധ്യതയുള്ള ഒരു പാപത്തിൻ്റെ മേഖലയെക്കുറിച്ച് നമുക്കിന്ന് ധ്യാനിക്കാം. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 37 മുതലുള്ള തിരുവചന ഭാഗത്ത് ഫരിസേയരുടെയും നിയമജ്ഞരുടെയും കപടനാട്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ഫരിസേയൻ തൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നതിന് അവനെ ക്ഷണിച്ചു. അവൻ പ്രവേശിച്ച് ഭക്ഷണത്തിനിരുന്നു. ഭക്ഷണത്തിന് മുമ്പ് അവൻ കഴുകി ശുദ്ധി വരാത്തതിനെപ്പറ്റി ഫരിസേയർ അത്ഭുതപ്പെട്ടു. അപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു, ഫരിസേയരായ നിങ്ങൾ കോപ്പകളുടെയും പാത്രങ്ങളുടെയും പുറം കഴുകി വെടിപ്പാക്കുന്നു. നിങ്ങളുടെ അകമോ കവർച്ചയും ദുഷ്ടതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഭോഷന്മാരെ, പുറം നിർമ്മിച്ചവൻ തന്നെയല്ലേ അകവും നിർമ്മിച്ചത്? നിങ്ങൾക്കുള്ളവ ദാനം ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ശുദ്ധമായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഈ വചനഭാഗത്ത് നമ്മൾ പ്രധാനമായിട്ടും കാണുന്ന ഒരു കാര്യം, തൻ്റെ പരസ്യ ജീവിതകാലത്ത് ഈശോ ഏറ്റവും അധികം വെറുത്തിരുന്ന ഒരു പാപത്തെയാണ് നമ്മൾ കാണുക. അതായത് കപടത. താൻ എന്തായിരിക്കുന്നുവോ അതിൽ നിന്ന് വിഭിന്നമായി മറ്റെന്തോ ആണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ. ആ തെറ്റിദ്ധാരണയിൽ ജീവിക്കാനായിട്ടുള്ളൊരു പരിശ്രമം. അതാണ് ഈശോ തൻ്റെ പരസ്യ ജീവിതകാലത്ത് ഏറ്റവും അധികം വെറുത്തത്. കാരണം ഈ ഒരു പാപത്തിൻ്റെ മേഖലയിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവത്തെ അറിയുവാനോ ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കുവാനോ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ധ്യാനിക്കുവാനോ ഒന്നും നമുക്ക് സാധിക്കാതെ വരും. അതുകൊണ്ട് അവിടെ
ഈ കപടത മാറ്റി നമ്മൾ എപ്രകാരം വിശുദ്ധിയുള്ളവരായിട്ട് മാറണമെന്നുള്ള കാര്യമാണ് പറയുന്നത്. നമ്മുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കുക. ക്രിസ്തുമസിൻ്റെ ഒരുക്കുന്ന നാളുകളിൽ നമ്മളെ തന്നെ നമ്മൾ ഓർമ്മിപ്പിച്ച കാര്യമാണ് വിശുദ്ധീകരിക്കുക. സ്വയം വിശുദ്ധീകരിച്ച് ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുക. ക്രിസ്തുവിൻ്റെ പിറവി തിരുനാളോടുകൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വന്ന ഈശോയെ നമ്മുടെ ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കാനായിട്ട് പരിശ്രമിക്കുക. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നു. കാരണം വിശുദ്ധിയുള്ളവർക്ക് മാത്രമേ ദൈവത്തെ ദർശിക്കുവാൻ സാധിക്കത്തുള്ളൂ. വിശുദ്ധിയോടുകൂടെ ദൈവത്തെ ദർശിക്കുവാനും ദൈവിക സ്വഭാവമായ സ്നേഹവും കരുണയും അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കുന്നത് വിശുദ്ധിയോടുകൂടെ കർത്താവിന് മുമ്പിലായിരിക്കുമ്പോഴാണ്. അപ്പോൾ ആ ഒരു വലിയ തിരിച്ചറിവും ബോധ്യവുമാണ് നമുക്ക് ഇന്ന് വചനം നൽകുക. അവിടെ ഒന്ന് വായിച്ചു കേട്ട വചനഭാഗത്ത് പലപ്പോഴും നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തെ പരിശോധിക്കുവാനായിട്ട് കർത്താവ് ആവശ്യപ്പെടുകയാണ്. പലപ്പോഴും പുറമേ നമ്മൾ കാണുമ്പോൾ നല്ലതായിട്ട് പലപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ തന്നെ ഒരുക്കാറുണ്ട്. നമ്മുടെ പുറമേയുള്ള നമ്മുടെ പെരുമാറ്റമായിക്കോട്ടെ, നമ്മുടെ അപ്പിയറൻസ് ആയിക്കോട്ടെ, എല്ലാം വളരെ മനോഹരമാക്കുവാനായിട്ട് പരിശ്രമിക്കും. പക്ഷേ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ എപ്രകാരമാണ് എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ, എൻ്റെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ച ആ വലിയ സ്നേഹം ഇപ്പോഴുമുണ്ടോ? അത് തണുത്തുപോയോ? എൻ്റെ മനസ്സിൽ വെറുപ്പും വിദ്വേഷത്തിനുമാണ് ഏറ്റവും കൂടുതൽ സ്ഥാനം ഞാൻ നൽകിയിട്ടുള്ളത്. മറ്റുള്ളവരെ മനസ്സിലാക്കുന്നതിന്, ദൈവത്തോട് ഐക്യപ്പെട്ട് ജീവിക്കുന്ന ദൈവിക സ്വഭാവമായ കാരുണ്യം എൻ്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാനായിട്ട് എനിക്ക് സാധിക്കാറുണ്ട്. എന്തുമാത്രം നന്മയോടുകൂടെയാണ് ഞാൻ എൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുക. ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് ഈശോയെക്കുറിച്ച് വചനം സാക്ഷ്യപ്പെടുത്തുന്നത് അവൻ നന്മ ചെയ്ത് കടന്നുപോയി, നന്മകൾ ചെയ്ത് കടന്നുപോയി. അവൻ പോയ ഓരോ സ്ഥലങ്ങളിലും ഓരോ മേഖലകളിലും അവൻ്റെ നന്മയും നന്മ പ്രവർത്തികളും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. സൽപ്രവർത്തികൾ ചെയ്യുന്നതിന് താല്പര്യം കാണിച്ചവൻ, എല്ലാവരോടും സ്നേഹത്തോടെ അനുകമ്പയോടെ പെരുമാറിയവൻ, ആരും വേദനിക്കുകയും വിഷമിക്കുകയും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ നിന്നൊക്കെ വ്യതിചലിച്ച് പോകുന്നതിലൊക്കെ ഒത്തിരി വേദനിച്ച വ്യക്തിയാണ് ഈശോ. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ കാണുന്നത് വേദനിക്കുന്നവരും അവശരും സമൂഹത്തിൽ വെറുക്കപ്പെട്ടവരുമായിട്ട് കഴിഞ്ഞ എല്ലാവരെയും ഒരേപോലെ വലിയ ദൈവസ്നേഹത്തിൽ ചേർത്ത് പിടിക്കുവാനായിട്ട് ഈശോ പരിശ്രമിച്ചു. ഈശോയുടെ വലിയ ദൗത്യം അതായിരുന്നു. എല്ലാവരും അറിയണം നമ്മളെ ഓരോരുത്തരെയും ദൈവം എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ അൾത്താരയിൽ കർത്താവ് ദിവ്യകാരുണ്യമായി എഴുന്നള്ളിയിരിക്കുമ്പോൾ ദൈവം നമ്മോട് പറയുന്ന കാര്യം ഇത് തന്നെയാണ്: ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു. കാൽവരിയുടെ വിരിമാറിൽ 3 ആണുകളിൽ ഈശോ നമുക്ക് വേണ്ടി രക്തം ചിന്തി, അവസാനത്തുള്ളി രക്തം ചിന്തി നമുക്ക് വേണ്ടി മരിക്കുമ്പോഴും ഈശോ പറഞ്ഞ കാര്യം, ഞാൻ നിന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നു. കൈകൾ വിരിച്ചു പിടിച്ചവൻ പറഞ്ഞ കാര്യം ഇതാണ്: ഞാൻ നിന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നു. ഈ അൾത്താരയിലും ഈശോ നമ്മോട് പറയുന്നത്, വിശുദ്ധ കുർബാനയോളം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിൻ്റെ ജീവിതം കരുണയുടെ ജീവിതമാക്കി മാറ്റുക, സ്നേഹത്തിൻ്റെ ജീവിതമാക്കി മാറ്റുക, ദൈവിക സ്വഭാവം നിലനിൽക്കുന്ന ജീവിതമാക്കി നിൻ്റെ ജീവിതത്തെ മാറ്റിയെടുക്കുക. അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിന് വേണ്ടി നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. ലോകമെമ്പാട് ദൈവത്തിൻ്റെ വലിയ കരുണ നിറയുവാനും കർത്താവിൻ്റെ സ്നേഹം എല്ലാവരും തിരിച്ചറിയുവാനും ആ സ്നേഹത്തിൽ നമ്മുടെ ജീവിതങ്ങളെ പരിവർത്തനം ചെയ്യുവാനുമായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ആശീർവാദത്തിനായിട്ടൊരുങ്ങുമ്പോൾ നമ്മെ തന്നെ പൂർണ്ണമായ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്, ദൈവം നമ്മളിൽ ഏറ്റവും കൂടുതൽ സംപ്രീതനാകുന്നത് നമ്മൾ ദൈവത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ സ്വഭാവത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴാണ്. ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം സ്നേഹമാണ്, കാരുണ്യമാണ് എന്ന് നമ്മൾ കണ്ടു. ആ ഒരു വലിയ കൃപ നമ്മുടെ ജീവിതത്തിൽ നിറയുവാനായിട്ട് പ്രാർത്ഥിക്കാം. കാൽവരിയിൽ നമുക്ക് വേണ്ടി ചിന്തിയ തിരുരക്തത്തിൻ്റെയും തിരുജലത്തിൻ്റെയും വലിയ യോഗ്യതയാൽ കർത്താവിൻ്റെ കാരുണ്യത്തിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദത്തിനായിട്ട് നമുക്കൊരുങ്ങാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെ സമർപ്പിക്കാം.
കുടുംബത്തെയും വ്യക്തിബന്ധങ്ങളെയും എല്ലാം ദൈവത്തിരുസന്നിധിയിൽ സമർപ്പിച്ച് കർത്താവിൻ്റെ കൃപ ധാരാളമായി ഒഴുകണമേ. കർത്താവെ, നിൻ്റെ കരുണക്കടലിൽ ഞങ്ങളെ ഓരോരുത്തരെയും കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ആശീർവദിക്കുന്നവനും അനുഗ്രഹിക്കുന്നവനുമാണ് നീ. നിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ ജീവിതങ്ങൾ അഗ്നിയിൽ ശുദ്ധീകരിക്കപ്പെട്ട സ്വർണം പോലെ ആയിത്തീരും. ആ വലിയ ബോധ്യത്തോടെ ഞങ്ങളെ തന്നെ നിൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവ് നിൻ്റെ ആശീർവാദത്തിനായി ഞങ്ങൾ മുട്ടുകുത്തുന്നു. കർത്താവെ, ഞങ്ങളെയും ഞങ്ങളുടെ ആഗ്രഹങ്ങളെയും നിയോഗങ്ങളെയും കുടുംബങ്ങളെയും എല്ലാം വിശുദ്ധീകരിക്കണമേ. താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,